ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഈ റെസിപ്പി ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് കൂടി ചെയ്യണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഞാനൊരു 9 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനി കുറവാണെങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ ചമ്മന്തി എപ്പോൾ ഉണ്ടാക്കുമ്പോഴും എനിക്ക് എൻ്റെ സ്കൂൾ കാലവും കോളേജ് കാലവും ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നല്ല വാട്ടിയ വാഴയിൽ ചൂട് ചോറും ഈ ചമ്മന്തി അരച്ചതും മുട്ട പൊരിച്ചതും തോരനും മീൻ പൊരിച്ചതും എല്ലാം കൂടെ വെച്ച് പൊതിഞ്ഞ് എനിക്ക് എൻ്റെ ഉമ്മ സ്കൂളിൽ തന്നയക്കും. ഉച്ചയാകുമ്പോൾ ഭയങ്കര വിശപ്പാണ്. ആ വിശപ്പിൽ ഈ വാഴയിൽ അങ്ങോട്ട് തുറന്ന് വെച്ച് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കഥകളൊക്കെ പറഞ്ഞ് കഴിക്കുന്നൊരു സുഖമുണ്ടല്ലോ. എനിക്ക് ഭയങ്കര മിസ്സിങ് കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനത്തെ മിസ്സിങ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മുളക് അത്യാവശ്യം വറുത്ത് വരുന്നുണ്ട്. മുളക് വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചുമ വരും. എനിക്കങ്ങനെ കേട്ടോ, എനിക്ക് മുളക് വറുക്കുമ്പോൾ അങ്ങ് ചുമ വരും. ഞാൻ അതുകൊണ്ടൊരു തുണി എടുത്ത് മുഖം പൊത്തിയതിന് ശേഷം കേട്ടോ ഇത് വറുത്തെടുക്കാറ്. ഇച്ചിരി കഷ്ടപ്പെട്ടാലും നല്ല സൂപ്പർ ടേസ്റ്റി ചമ്മന്തി കേട്ടോ. മുളകപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു അരമുറി തേങ്ങ കാണും. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്. ഇതിലേക്ക് ഇനി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം തന്നെ ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളിയാണ് ഈ ചമ്മന്തിയുടെ ഹൈലൈറ്റ്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് കൂടി ചെയ്യണം. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അയക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.